السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബല അൻ തൻഫദു കലിമാത്തു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. തീർച്ചയായും വിശ്വസിക്കുകയും സൽപ്രവൃത്തി ചെയ്യുകയും ചെയ്ത ആളുകൾക്കുള്ളതാകുന്നു സ്വർഗത്തിലേക്കുള്ള ക്ഷണം. അവരവിടെ നിത്യവാസികളായിരിക്കും. അള്ളാഹുവിൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. സർവ കടലിലെ വെള്ളം മഷിയായി ഉപയോഗിച്ചാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല. വീണ്ടും അത്രയും തന്നെ കടലുകളിലെ വെള്ളം മഷിയായി ഉപയോഗിച്ചാൽ പോലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് അത് എണ്ണി നോക്കാനോ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനോ സാധിക്കാതെ പോകുന്നു എന്ന് മാത്രമാകണം. നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ ഒരു ശരാശരി മനുഷ്യൻ പെർ മിനിറ്റിൽ 250 മില്ലി ലിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിന് ഒരു നയാ പൈസ പോലും നമ്മളാരും ചിലവഴിക്കുന്നില്ല. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ICUവിൽ കിടന്നാൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഓക്സിജൻ ഉപയോഗിച്ചതിൻ്റെ ബില്ല് വരുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക. ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ അള്ളാഹുവോട് തേടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുമുണ്ട്. സൂറ ഇബ്രാഹിമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാകുന്നു, വആതാക്കും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നൽ ഇൻസാന ലളലൂമൻ ഖഫാർ. അള്ളാഹുവിനോട് ചോദിച്ചതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിൻ്റെ കണക്കെടുക്കാനാവുകയില്ല. തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കെട്ടവനുമാകുന്നു. ആത്മാർത്ഥമായിട്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? നൽകിയതൊക്കെ ഒരു പരീക്ഷണമായിരിക്കാം. അതിന് നന്ദി പറഞ്ഞാൽ അള്ളാഹു അത് നിലനിർത്തി തരും. പണ്ടൊരിക്കൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുറത്ത് ആരോ കോളിംഗ് ബെല്ലടിച്ചു. ദേഷ്യത്തോടു കൂടി ഭർത്താവ് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ വിശന്ന് വലഞ്ഞ ഒരു ഭിക്ഷക്കാരനായിരുന്നു. എന്തെങ്കിലും തരണം, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ യാചകനെ ആ ഭർത്താവ് ശല്യം ചെയ്തത് കാരണം ആട്ടിയോടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കച്ചവടമൊക്കെ തകരാറിലായി, സാമ്പത്തിക നഷ്ടം വന്നു. ഭാര്യയെ വിവാഹമോചനം നൽകി വിട്ടയച്ചു. ഭാര്യ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ഒരു ദിവസം ഈ ഭാര്യയും പുതിയ ഭർത്താവും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഭർത്താവിനോട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ പോയി തുറന്നു നോക്കാം. തുറന്നു നോക്കി കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. ഭക്ഷണം സാധനവുമായി പോയി. അപ്പോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഭിക്ഷക്കാരനായി വന്നത് എൻ്റെ ആദ്യത്തെ ഭർത്താവാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, എല്ലാം ഒരു പരീക്ഷണമാണ്. മുമ്പ് വന്ന ആ ആട്ടിയൊടിച്ച ഭിക്ഷക്കാരൻ ഞാനായിരുന്നു. അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു. അള്ളാഹു പറയുകയാണ്, ഉദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. എന്നോട് നന്ദി കാണിക്കുക, എന്നോട് നന്ദി കേട് കാണിക്കരുതേ. അള്ളാഹു നൽകിയ അനുഗ്രഹം മനസ്സിലാക്കുകയും അതിന് നന്ദി പറയാനുള്ള ഒരു മനസ്സും അള്ളാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.